ശ്രീ പണിക്കർ, കൃത്യമായ മറുപടി രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുകയായിരുന്നു. ശ്രീ ജയേന്ദ്രന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഈ അവസാന ദിവസം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിവസം ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായിട്ട് മുഖ്യമന്ത്രി എത്തിയത് അത് ആത്മവിശ്വാസക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഇവിടെ പറയുന്നു ശ്രീ എൻ ശ്രീകുമാറും. ശ്രീ പണിക്കർ, ഞാൻ ആ അഭിപ്രായത്തിൽ ശ്രീകുമാറിനൊപ്പമാണ് ശ്രീ മഞ്ജുഷ്. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഇനിയൊരു തിരുത്തലിന് സമയമില്ലാത്ത ഒരു സമയത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് എന്താണ് പറയേണ്ടത്, എന്താണ് പറയരുതാത്തത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകേണ്ടതാണ്. അദ്ദേഹം റിസ്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം ക്രെഡിബിലിറ്റി അല്ല, അദ്ദേഹം നയിക്കുന്ന മുന്നണിയുടെ റിസ്ക്, അതിൻ്റെ ക്രെഡിബിലിറ്റി കൂടിയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല. ഈ ഒരു ഫ്രസ്ട്രേഷൻ ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു കൺവെൻഷനിൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്താണ് ഈ സദസ്സിൽ നിന്നൊരാൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗം തന്നെയായിട്ടുള്ള ഒരാളാണ്, ഒരു ചോദ്യമുണ്ട് എന്ന് പറയുന്നത്. അതിൽ ഒരു നമുക്കതൊരു ഔചിത്യക്കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് ചോദിക്കുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമുക്കങ്ങനെ മുഖ്യമന്ത്രിയെ കൺമുന്നിൽ കിട്ടില്ലല്ലോ ഒരു ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടുള്ള പിണറായി വിജയൻ അതിനെ കുറച്ചുകൂടി രമ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണമായിരുന്നു. അതിന് പകരം അദ്ദേഹം പറഞ്ഞെന്താ, എന്നിട്ട് വീട്ടിൽ പോയി ചോദിക്കുന്ന പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതിൽ എന്ത് മര്യാദ പറഞ്ഞുകൊണ്ട് ശ്രീ ജയചന്ദ്രൻ അതിനെ ന്യായീകരിക്കും? അവിടെ ഒരാൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമില്ല എന്നോ, അത് ചോദ്യം ചോദിക്കുന്നത് മര്യാദയല്ല എന്നോ, ഔചിത്യമല്ല എന്നോ, അതോ ആ മറുപടി അർഹിക്കുന്ന ചോദ്യമാണ് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുന്നത് എന്ന് പറയുമോ? അതൊന്നുമില്ല. ഒരാളിന്റെ സംസ്കാരത്തിനനുസരിച്ച് ഒരാൾ ഒരു കാര്യം പറയുന്നു, അത് കേൾക്കുന്നയാൾ അയാളുടെ സംസ്കാരത്തിനനുസരിച്ച് മറുപടി പറയുന്നു. തെലങ്കാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാവുമ്പോൾ ആ ഇങ്ങോട്ടുള്ള ആക്ഷേപത്തിന് അതേ രീതിയിലുള്ള മറുപടി എന്ന രീതിയിലാണ് പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുന്നവർ പറയുന്നത് കേട്ടോ. കാരണം ഇങ്ങോട്ട് ഈ പോ മോനെ ദിനേശ എന്ന് പറയുന്നു, അപ്പോൾ തിരിച്ചങ്ങോട്ട് ഡാഷ് മോനെ രേവന്ത മറുപടി പിന്നാലെ വരുമെന്ന് പറയുന്നു. നോക്കൂ, അത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് രേവന്ത് റെഡ്ഡി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മര്യാദകളുടെ സീമ ലംഘിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. വേണമെങ്കിൽ നമുക്ക് മറ്റേ പറഞ്ഞതുപോലെ ഒരു ഔചിത്യക്കുറവുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഡയലോഗാണ്. ആ സിനിമ ഡയലോഗ് അദ്ദേഹം ആദ്യം പറയുന്നുമുണ്ട്. അദ്ദേഹം അവിടെ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ പറയാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പിണറായി വിജയന്റെ ഭരണത്തിലുള്ള സമയം കഴിഞ്ഞു, അദ്ദേഹത്തിന് ടാറ്റ ബൈ ബൈ കൊടുത്ത ആൾക്കാർ വിടുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തുടക്കത്തിൽ പോ മോനെ ദിനേശ, അതല്ല എന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് പോ മോനെ വിജയൻ. വിജയ എന്നൊന്നും പറയുന്നില്ല, പോ മോനെ വിജയൻ, പോ മോനെ വിജയൻ. അതായത് പോ മോനെ ദിനേശ എന്ന് പറയുന്നില്ല, ദിനേശ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്ത് പിണറായി ആണ്. എന്നിട്ട് പറയുന്നുണ്ട് യുവർ ടൈം ഈസ് ഓവർ, യുവർ എക്സ്പയറി ഡേറ്റ് ഈസ് ഓവർ. എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒരു വെൽഫെയർ ഗവേണൻസ് കോൺഗ്രസിന് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. അതിനെ വളരെ ലൈറ്ററായിട്ട് വേണമെങ്കിൽ കാണാം, അതിനപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഒരു യൂട്യൂബ് ഇന്റർവ്യൂവിൽ പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, കടക്ക് പുറത്ത് എന്നത് മാറിയിട്ട് നമുക്കിനി കയറി വാ മക്കളെ എന്ന് പറയണമെന്ന്. അപ്പോൾ ആ ഇൻസ്റ്റന്റിൽ, ഒരു പ്രീ പ്ലാൻഡും അല്ലാത്ത ആ ഒരു ഇൻസ്റ്റന്റിൽ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ, ഗോഡ് ഫാദർ എന്ന സിനിമയിൽ ഗോഡ് ഫാദർ പറയുന്നത് പോലെ കയറി വാ മക്കളെ എന്നാണ് ഞാനിപ്പോൾ പറയുന്നതെന്ന്. എന്ന് വെച്ചാൽ സിനിമകളെക്കുറിച്ച്, സിനിമ ഡയലോഗുകളെക്കുറിച്ച്, അത് ഉപയോഗിക്കുന്ന പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റുകളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള പിണറായി വിജയന് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ പറഞ്ഞിരുന്ന പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ, പിണറായി വിജയന്റെ മുഖ്യമന്ത്രി എന്നുള്ള സമയം കഴിഞ്ഞു, ടാറ്റ ബൈ ബൈ, ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മറുപടി പറയുന്ന സമയത്ത് ഡാഷ് മോനെ എന്നൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ അത് എമ്മാതിരി തെമ്മാടിത്തമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ശുദ്ധ തെമ്മാടിത്തമല്ലേ? ഒരു ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം അതിനു മുമ്പ് കുറച്ച് ലെക്ചർ എടുത്തിരുന്നു, ശ്രദ്ധിച്ചല്ലോ മഞ്ജുഷ്? അദ്ദേഹം പറഞ്ഞ എന്താ, ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ പറയാൻ പാടില്ല, മുഖ്യമന്ത്രിമാർ ഇങ്ങനെ വാക്കുകൾ പറയുന്നത് ശരിയാണോ എന്ന് അവർ സ്വയം ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ശ്വാസത്തിൽ ആ നാക്ക് വായിലേക്ക് ഇട്ടില്ല. എന്നിട്ട് ഉടനെ തന്നെ അദ്ദേഹം പറയുകയാണ് ഡാഷ് മോനെ അതിനുള്ള മറുപടി പിന്നത്ത് കിട്ടുമെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ മറുപടി തരുമെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അതിന് മറുപടി പിന്നാലെ പറയുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടരും, എന്റെ സർക്കാർ തന്നെ ഇവിടെ വരും, അത് നിങ്ങളോട് ജനങ്ങൾ പറയും. അപ്പൊ അത് സിനിമ ഡയലോഗിന്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് അറിയാതെ അല്ലല്ലോ മറുപടി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം അതിനുശേഷം കൂടുതൽ ഡോസ് കൂടിയ തെറി വീണ്ടും വിളിക്കുമെന്നല്ലല്ലോ പറഞ്ഞത്. പക്ഷെ ഡാഷ് മോനെ എന്നൊരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് മര്യാദയാണോ അല്ലയോ? ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ പാനലിസ്റ്റുകളിൽ ആരെങ്കിലും, ശ്രീ ജയചന്ദ്രൻ അത് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ എങ്കിലും നീ പോ മോനെ വിജയൻ എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായമാണ് എങ്കിൽ, നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ? ഏതെങ്കിലും വകുപ്പിട്ട് കേസെടുക്കാൻ കഴിയുമോ? പക്ഷേ ഓ ഡാഷ് മോനെ വിജയ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാലോ വേണമെങ്കിൽ കേസെടുക്കാം. അത് അസഭ്യമാണ് എന്ന് പറയാം, അത് അപകീർത്തികരമാണ് എന്ന രീതിയിലത്തേക്ക് പറയാം, വ്യക്തിഹത്യയാണ് എന്ന് പറയാം.
അപ്പോൾ അത് മര്യാദകേടാണ്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞു എന്നുള്ളതല്ല. പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം മറുപടി എന്ന് പറയുന്നത്, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് പറയുകയല്ല. അതാ പറഞ്ഞ് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് ചോദിക്കുന്നതിനോട് നീ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറയുന്ന ആളിന്റെ സംസ്കാരം ഇത്ര താഴ്ന്നതാണ്. അക്കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പെങ്കിലും അത് അദ്ദേഹത്തിന് മാന്യത പാലിക്കണമായിരുന്നു. ശ്രീ എം ജയചന്ദ്രൻ അത് തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിലല്ല ശ്രീ പിണറായി വിജയൻ നടത്തിയ ഈ പരാമർശം. അത് ആരോ എഴുതി കൊടുത്ത ഒരു PR വർക്ക് എന്നേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. അത് പാളിപ്പോയി. കാരണം കേരള മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത് മോശമായി പോയി. അതിന് കാരണവും ഇത് തന്നെയാണ്. അതൊരു ആക്ഷേപമായ അല്ലെങ്കിൽ ഒരു ഒരു തെറിവാക്ക് എന്ന് വേണമെങ്കിൽ പോലും അങ്ങനെ വിശേഷിപ്പിക്കാം. പക്ഷേ രേവന്ത് റെഡ്ഡി അങ്ങനെയല്ല, ഒരു സിനിമാ ഡയലോഗാണ് എടുത്ത് പ്രയോഗിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞു അത് തമ്മാടിത്തരമാണെന്ന്. അതിന് ശ്രീജിത്ത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് പിന്നെ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നത് തന്നെയാണ് നിലപാട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ മാറ്റമൊന്നുമില്ല. രേവന്ത് റെഡ്ഡി പറഞ്ഞത് ഏത് കോണ്ടക്സ്റ്റിലായാലും ശരി, അതിനെ എത്ര വിശാലമായ ഈ മാനവീയതയുടെ തലത്തിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവന്നാലും ശരി, പറഞ്ഞതിൻ്റെ അകത്ത് പിന്നെ അനൗചിത്യം എന്നുള്ളതല്ല. അത് ഭാഷ വേറെയാണ്. ഞാനത് പറയാറില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അത് പറയുന്നില്ല. പക്ഷെ അത് പിണറായിക്ക് കൃത്യമായും മനസ്സിലായി. ആ മറുപടി അദ്ദേഹത്തിന് എതിരാളിക്ക് അല്ലെങ്കിൽ എതിർഭാഗത്തിന് മനസ്സിലാകുന്ന നിലയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചു. അതാണ് കണ്ടത്. അതിൽ പിന്നെ യാതൊരു തെറ്റുമില്ല. അതാണ് ശരി എന്നത് എന്റെ നിലപാട് തന്നെയാണ്. ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, താങ്കളോട് ഒരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ. ശ്രീ NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതേപോലെ പോട ഡാഷ്മോനെ എന്ന് തിരിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ അത് പറയാനുള്ള പ്രേമചന്ദ്രന്റെ സ്വാതന്ത്ര്യത്തിനെയും താങ്കൾ ഇതേപോലെ ഒരു ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ന്യായീകരിച്ചേനെ അല്ലേ? അല്ല, അത് ഈ ശ്രീജിത്ത് എന്താണ് പറയുന്നതെന്ന് അറിയാതെ അല്ല താങ്കൾ പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോടാണ് പറയുന്നത് എന്ന് വിസ്മരിച്ചു മാത്രമേ ഉള്ളൂ. മറ്റുള്ള ജനപ്രതിനിധികൾ തമ്മിൽ പറഞ്ഞാൽ പ്രശ്നമല്ലേ? മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള ആൾക്കാർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന പദങ്ങളുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുമായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളി കൂടിയത് പറയുമോ? അതെങ്ങനെയാ? അല്ല, പ്രധാനമായിട്ട് ഇവിടെ വന്ന തർക്കം എന്താ? ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് ഏറ്റവും നീചമായി അപഹസിക്കാൻ പറ്റുന്നത്? ഇനി പരനാറി എന്ന് വിളിച്ചതിന്റെ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റ് കൂടി പറയൂ. പരനാറി എന്ന് വിളിച്ചതിന്റെ പൊളിറ്റിക്കൽ കോൺടെക്സ്റ്റ് കൂടി പറയൂ. ഏത് സംസ്ഥാനത്തിന്റെ ഏത് സ്ഥാനത്തിരുന്ന വ്യക്തി? പിണറായി വിജയനും കേരളത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്നവരാ രാഷ്ട്രീയ നേതാക്കളുമാണ്. അപ്പൊ കേരളത്തിലുള്ള അന്നത്തെ പദവിയും വേറെയാണ്. കേരളത്തിലുള്ള ആൾക്കാർ തമ്മിൽ വിളിച്ചാൽ കുഴപ്പമില്ല, സംസ്ഥാനം മാറിയാൽ കുഴപ്പമുണ്ടെന്നാണോ? അത് നിങ്ങൾ എന്താണ് ഇതിനെ അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് രണ്ട് തെറി. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് സംസ്ഥാനം അനുസരിച്ചിട്ടാണോ ഭാഷാ അടിസ്ഥാനത്തിലാണോ? സംസ്ഥാനത്ത് നിന്ന് ഒരേ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിൽ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ളത് സ്വീകാര്യമല്ലെന്നാണോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അല്ല, അദ്ദേഹത്തിന് തെറിയാണ് സ്വീകാര്യമെങ്കിൽ ഇവിടെ മുറിപ്പത്തലാണ് സ്വീകാര്യം. അതേയുള്ള അതിന്റെ മറുപടി. അത് പ്രേമേന്ദ്രന്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണോ എന്നാണ് എന്റെ ഒരു ചോദ്യം. അതോ ഇത് പിണറായിക്ക് മാത്രം ബാധകമാണ്? ഞാൻ പറഞ്ഞത് പ്രേമേന്ദ്രന്റെ കേസിൽ അതും ഇതും കൂടെ താരതമ്യപ്പെടുത്താൻ വരേണ്ടതില്ല. അപ്പൊ പ്രേമേന്ദ്രനെ നമുക്ക് തെറി വിളിക്കാം. ഇതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരാധക വൃന്ദം, അദ്ദേഹത്തിന്റെ അണികൾ ഇത് നന്നായി രേവന്ത് റെഡ്ഡിക്ക് മുഖമടച്ച് ഇങ്ങനെ ഒരു മറുപടി കൊടുക്കേണ്ടതാണ് എന്ന കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അതാണ് ശ്രീ M ജയചന്ദ്രൻ ആദ്യം തന്നെ പറഞ്ഞത്. ഇത് ഉചിതമായ ഒരു മറുപടി ആയിരുന്നു എന്ന്. അവരെ പിന്നെ ഇനി തിരുത്താൻ പറ്റുകയില്ല, അത് തിരുത്താൻ പറ്റുകയില്ല. അതാണ് ഞാൻ മഞ്ജുഷ് പറഞ്ഞത്. ഈ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുമ്പോൾ തെറി ആരെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ച് മുറിപ്പത്തൽ പ്രയോഗിച്ചാൽ അത് യൂണിവേഴ്സലി ഒരേപോലെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇദ്ദേഹത്തിനെ വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നികൃഷ്ടജീവി എന്നൊരാളിനെ വിളിക്കുന്ന സമയത്ത് നീ കാണിച്ചത് ചെറ്റത്തരവാടാന്ന് പറയുമ്പോൾ തിരിച്ച് പോടാ ഡാഷ്മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് വിളിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കണം. അത് നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിണറായി വിജയന് മാത്രമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് കൊടുക്കുന്നു എന്നാണ്. ആ റൈറ്റ് ഏത് ജനാധിപത്യ പ്രക്രിയയിലുള്ളതാണ്? മുഖ്യമന്ത്രിക്ക് അങ്ങനെ വിളിക്കാം എന്നുണ്ടോ? അതോ രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിൽ ഇന്ന പദങ്ങളൊക്കെ തന്നെ സ്വീകാര്യമാണെന്നുണ്ടോ? നമ്മൾ ഇതിന് ജനറലി പറയുന്ന ഒരു വാക്കുണ്ട്, പാർലമെന്ററി പദം ഉപയോഗിക്കുക എന്ന് പറയും അല്ലെ? ഡാഷ് മോനെ എന്ന് വിളിക്കുന്ന ഒരു പാർലമെന്ററി പദമാണോ? എന്റെ ലളിതമായ ചോദ്യമാണ്, വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വെകളി പിടിച്ചതുപോലെ ഇദ്ദേഹം എന്തിനാണ് പെരുമാറുന്നത്? ഈ G സുധാകരനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കെന്താ? ചെറ്റത്തരം അല്ലെ? ചെറ്റത്തരം എന്ന് പറഞ്ഞു. നീ നിന്റെ വീട്ടിൽ പോയി ചോദിക്കലാന്ന് പറഞ്ഞു. അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഡാഷ്മോൻ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കൂടെ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ആ ഡാഷും കൂടെ ചിലപ്പോൾ പൂരിപ്പിച്ചേനെ. ഞാൻ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, രാഷ്ട്രീയമായിട്ട് വ്യത്യസ്തമായ ശൈലിയിലായിരിക്കും. പക്ഷെ എന്റെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ പോടാ ഡാഷ്മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിൽ അഭിമാനിക്കണോ?
അഭിമാനിക്കാൻ ഞാൻ അന്തംഗമ്യ അല്ല ശ്രീ ജയചന്ദ്രൻ. അന്തംഗമ്യകൾക്ക് പോലും അത്ര അഭിമാനിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിമാനിക്കാത്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ നിലപാട് പറയുന്നത്. അത് താങ്കൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.